അല്പസമയത്തെ വചനധ്യാനത്തിനായി 1 ദിനവൃത്താന്തം ഫസ്റ്റ് ക്രോണിക്കിൾ ചാപ്റ്റർ 29 വേഴ്സ് ഫ്രം 10 to 19 വചനഭാഗമാണ്. ഒരാൾക്ക് മൈക്ക് ലഭിച്ച ശേഷം ശ്രദ്ധയോടെ വായിക്കാം. മറ്റുള്ളവർ ശ്രദ്ധിച്ച് അവരുടെ ബൈബിൾ തുറന്ന് ശ്രദ്ധയോടെ അത് ശ്രദ്ധിച്ച് നോക്കുകയും കേൾക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യണം എന്ന് ഓർപ്പിക്കട്ടെ. പറഞ്ഞാട്ട് വായിച്ചാട്ട്. മുൻപാകെ യഹോവയെ സ്തുതിച്ച് ചൊല്ലിയതെന്തെന്നാൽ, ഞങ്ങളുടെ പിതാവായ ഇസ്രായേലിന്റെ ദൈവമായ യഹോവേ, നീ എന്നും എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. യഹോവേ, മഹത്വവും ശക്തിയും തേജസ്സും യശസ്സും മഹിമയും നിനക്കുള്ളത്. സ്വർഗത്തിലും ഭൂമിയിലുമുള്ളതൊക്കെയും നിനക്കുള്ളതല്ലോ. യഹോവേ, രാജ്യത്തും നിനക്കുള്ളതാകുന്നു. നീ സകലത്തിനും മീതെ തലവനായിരിക്കുന്നു. ധനവും ബഹുമാനവും നിങ്കൽ നിന്ന് വരുന്നു. നീ സർവവും ഭരിക്കുന്നു. ശക്തിയും ബലവും നിന്റെ കയ്യിലിരിക്കുന്നു. സകലത്തെയും വലുതാക്കുന്നതും ശക്തീകരിക്കുന്നതും നിന്റെ പ്രവൃത്തിയാകുന്നു. ആകയാൽ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്ത് നിന്റെ മഹത്വമുള്ള നാമത്തെ സ്തുതിക്കുന്നു. എന്നാൽ ഞങ്ങൾ ഇങ്ങനെ ഇത്ര മനഃപൂർവ്വമായി ദാനം ചെയ്യേണ്ടതിന് പ്രാപ്തരാകുവാൻ ഞാൻ ആർ? എന്റെ ജനവും എന്തുള്ളൂ? സകലവും നിങ്ങളിൽ നിന്നല്ലോ വരുന്നത്. നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തന്നതേയുള്ളൂ. ഞങ്ങൾ നിന്റെ മുൻപാകെ ഞങ്ങളുടെ സകല പിതാക്കന്മാരെയും പോലെ അതിഥികളും പരദേശികളുമാകുന്നു. ഭൂമിയിൽ ഞങ്ങളുടെ ആയുഷ്കാലം ഒരു നിഴൽ പോലെ അത്രേ, യാതൊരു സ്ഥിരതയുമില്ല. ഞങ്ങളുടെ ദൈവമായ യഹോവേ, നിന്റെ വിശുദ്ധ നാമത്തിനായി നിനക്കൊരാലയം പണിയുവാൻ ഞങ്ങൾ ശേഖരിച്ചിട്ടുള്ള ഈ സംഗ്രഹമെല്ലാം നിന്റെ കയ്യിൽ നിന്നുമുള്ളത്. സകലവും നിനക്കുള്ളതാകുന്നു. എന്റെ ദൈവമേ, നീ ഹൃദയത്തെ ശോധന ചെയ്ത് പരമാർത്ഥതയിൽ പ്രസാദിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ഞാനോ എന്റെ ഹൃദയ പരമാർത്ഥതയോടെ ഇവയെല്ലാം മനഃപൂർവ്വമായി തന്നിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന നിന്റെ ജനം നിനക്ക് മനഃപൂർവ്വമായി തന്നിരിക്കുന്നത് ഞാൻ സന്തോഷത്തോടെ കണ്ടുപിടിക്കുന്നു. ഞങ്ങളുടെ പിതാക്കന്മാരായ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും ഇസ്രായേലിന്റെയും ദൈവമായ യഹോവേ, നിന്റെ ജനത്തിന്റെ ഹൃദയത്തിൽ ഈ വിചാരങ്ങളും ഭാവവും എന്നേക്കും കാത്ത് അവരുടെ ഹൃദയത്തെ നിങ്കലേക്ക് തിരിക്കണമേ. എന്റെ മകനായ ശലോമോൻ നിന്റെ കൽപ്പനകളും സാക്ഷ്യങ്ങളും ചട്ടങ്ങളും പ്രമാണിക്കേണ്ടതിനും പണിയേണ്ടതിനായി ഞാൻ വട്ടം കൂട്ടിയിരിക്കുന്ന മന്ദിരം തീർപ്പാൻ ഇവയെല്ലാം നിവർത്തിക്കേണ്ടതിനും അവൻ ഒരു ഏകാഗ്ര ഹൃദയം നൽകണമേ. പ്രൈസ് ഗോഡ്. ഞങ്ങളുടെ പിതാക്കന്മാരായ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും ഇസ്രായേലിൻ്റെയും ദൈവമായ യഹോവേ, നിന്റെ ജനത്തിൽ ഹൃദയത്തിൽ ഈ വിചാരങ്ങളും ഭാവവും എന്നേക്കും കാത്ത് അവരുടെ ഹൃദയത്തെ നിന്നിലേക്ക് തിരിക്കണമേ. എൻ്റെ മകനായ ശലോമോൻ നിന്റെ കൽപ്പനകളും സാക്ഷ്യങ്ങളും ചട്ടങ്ങളും പ്രമാണിക്കേണ്ടതിന് പണിയേണ്ടതിനായി ഞാൻ വട്ടം കൂട്ടിയിരിക്കുന്ന മന്ദിരം തീർക്കാൻ ഇവയെല്ലാം നിവർത്തിക്കേണ്ടതിനും അവന് ഒരു ഏകാഗ്ര ഹൃദയം നൽകണമേ. ഈ വചനഭാഗം നമുക്ക് വായിച്ച് കേൾക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. വേദപുസ്തകത്തിൽ അനേകം ദീർഘമായ പ്രാർത്ഥനകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് ശലോമോൻ്റെ പ്രാർത്ഥന, പൗലോസിൻ്റെ പ്രാർത്ഥന, ഹന്നായുടെ പ്രാർത്ഥന, മറിയയുടെ പ്രാർത്ഥന. അതുപോലെ വളരെ ചരിത്ര പ്രാധാന്യമുള്ളൊരു പ്രാർത്ഥനയാണ് ദാവീദിൻ്റെ ഈ പ്രാർത്ഥന. ഇറ്റ്സ് എ പവർഫുൾ പ്രെയർ spoken by King David as he blessed the Lord in front of all Israel. ഇസ്രായേൽ ജനത്തിൻ്റെ മുൻപിൽ, എല്ലാ ഇസ്രായേലിൻ്റെയും മുൻപിൽ നിന്നുകൊണ്ട് ഏതാണ്ട് തൻ്റെ ജീവിതത്തിൻ്റെ ഒരു വിടവാങ്ങലിൻ്റെ സമയം, ആ കൃത്യമായ സമയത്തുള്ള ദൈവവുമായിട്ടുള്ള ഒരു വലിയ മേജർ
ഇൻ്ററാക്ഷൻ, ദൈവവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ശ്രേഷ്ഠമായ വാക്കുകളാണ് നമുക്കിവിടെ വായിച്ച് കേൾക്കുവാനായിട്ട് ഇടയായത്. ഇവിടെ ചരിത്ര പശ്ചാത്തലം നമുക്കറിയാം. ഇതിൽ കോറായിട്ട് പറഞ്ഞിരിക്കുന്നത് ഒരു ദേവാലയം പണിയുവാൻ. ശ്രദ്ധിക്കണം, ദേവാലയം പണിയുവാൻ വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ശലോമോനും ദാവീദും അതുപോലെ ജനങ്ങളും മനഃപൂർവമായി ഒരുമിച്ച് കൂട്ടി. എന്നാൽ ദൈവം ദാവീദിനെ കൊണ്ട് ദേവാലയം പണിയിച്ചില്ല. എന്നാൽ തൻ്റെ മകനായ ശലോമോനിലൂടെ ആ പ്രവൃത്തി ചെയ്യുവാൻ ദൈവം ശക്തമായ പദ്ധതി ഇട്ടിരിക്കുകയാണ്. അപ്പം അതോട് ചേർന്ന് ആ വിടവാങ്ങൽ സമയത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ശക്തമായ പ്രാർത്ഥന, വളരെ കാതലായ അനേക മാർമിക കാര്യങ്ങൾ ഈ പ്രാർത്ഥനയിൽ അടങ്ങിയിട്ടുണ്ട്. ഈ പ്രാർത്ഥന ഒരു വ്യക്തിയുടെ ജീവിതം എവിടെ തുടങ്ങി എങ്ങനെ അവസാനിക്കുന്നു എന്നുള്ളത് നന്നായി ഗ്രഹിക്കുവാൻ, പഠിക്കുവാൻ കഴിയുന്ന പ്രാർത്ഥനാ വാക്കുകൾ ഇതിനുള്ളിലുണ്ട്. കേവലമായ വോക്കൽ അബ്യൂസ് അല്ലെങ്കിൽ പൊല്യൂഷനല്ല ദാവീദിൻ്റെ വായിൽ നിന്ന് പുറത്തു വന്നത്. പിന്നെയോ തൻ്റെ ജീവിതം ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു പ്രാർത്ഥന. രണ്ടാമതായിട്ടുള്ളത്, ഒരു വ്യക്തിയെ ദൈവം കണ്ടാൽ ആ വ്യക്തി ദൈവഹിതപ്രകാരം, ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കാൻ തയ്യാറായാൽ ഏതെൻഡ് വരെ ആ വ്യക്തിയെ കൊണ്ടുപോകുവാൻ ദൈവത്തിന് കഴിയും എന്നുള്ള വളരെ ശക്തമായ പാഠം നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് ലഭ്യമാകും. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ധാരാളം വാഗ്ദത്തങ്ങളുമായി, വിശേഷാൽ ദൈവിക ബോധമുള്ള, ദൈവിക ചിന്തയുള്ള, ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ദൈവവൈതൽ വളരെ ശുഭകരമായ ഒരു ഭാവി പ്രതീക്ഷ മുൻപിൽ കണ്ടുകൊണ്ടാണ് അവർ മുൻപോട്ട് പോകുന്നത്. എന്നാൽ അത്തരം യാത്രയിൽ അവരുടെ ജീവിതത്തെ ദൈവഹിതപ്രകാരം ക്രമീകരിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നതിലൂടെയാണ് ആ ശുഭകരമായ വാഗ്ദത്തങ്ങളുടെ പൂർണ്ണതയും നിവർത്തീകരണവും കാണുവാനായിട്ടിടയാകുന്നത്. അപ്പോൾ എല്ലായ്പ്പോഴും നമുക്ക് ദൈവത്തിൽ കേന്ദ്രീകൃതമായ ഗോഡ് സെൻറ്റേഡ് ആയിട്ടുള്ള ജീവിതത്തിലൂടെ മാത്രമേ നമുക്ക് ഓരോരുത്തർക്കും മുന്നേറുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഗോഡ് സെൻറ്റേഡ് ആയിട്ടുള്ള ജീവിതത്തിൽ മാത്രമേ ദൈവത്തിന് എന്തെങ്കിലും പ്രത്യേകമായി ചെയ്യുവാനായി സാധിക്കൂ. ഇവിടെ ദാവീദിന്റെ പ്രാർത്ഥനയിൽ ആകമാനം നിഴലിച്ചു നിൽക്കുന്നത് വളരെ ശക്തനായി സകല പ്രപഞ്ചത്തെയും അടക്കി വാഴുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ്. നാം സങ്കീർത്തനത്തിൽ ധ്യാനിക്കുമ്പോൾ തന്നെ യെശയ്യാ പ്രവചനം 40 അവസാന ഭാഗങ്ങളെക്കുറിച്ച് കേൾക്കുവാനിടയായി. യഹോവയായ ദൈവം നിത്യനായ ദൈവമാണ്. അവർ ഗോഡ് ഈസ് ആൻ എവർലാസ്റ്റിംഗ് ഗോഡ്. എല്ലാ ചുറ്റുപാടുകളും സാഹചര്യങ്ങളും നിമിഷ നേരം കൊണ്ട് മാറിപ്പോകുന്നതാണ്. നമ്മുടെ കണ്ണ് അടഞ്ഞു തുറക്കുന്നതായ, കണ്ണ് ചിമ്മുന്നതായ സമയത്തിനുള്ളിൽ തന്നെ, ആ ഷോർട്ട് ടൈം സ്പാനിൽ തന്നെ സാഹചര്യങ്ങൾ ആകമാനമായി മാറിമറിയുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെയാണ് നാം സേവിക്കുന്ന നിത്യനായ ദൈവത്തിൻ്റെ എവർലാസ്റ്റിംഗ് ഗോഡ്, ഗ്രേറ്റ് ഗോഡ്, ആ ദൈവത്തിൻ്റെ പ്രത്യേകതകൾ എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഇതിൻ്റെ 10-11 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ പരമാധികാരിയായ ദൈവത്തെ സ്തുതിക്കുന്നതായി നമുക്ക് വായിച്ചു കേൾക്കുവാനായിട്ടിടയായി. ഹല്ലേലൂയ. അവിടെ ദാവീദ് ആ വാക്യത്തിൽ കൺഫേം ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു അഫർമേഷൻ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വരുന്നുണ്ട്. ഗോഡ് ഹിസ് അബ്സല്യൂട്ട് സോവറിറ്റി, അവന്റെ പൂർണ്ണമായ പരമാധികാരത്തെ കുറിച്ച് ദാവീദ് എടുത്തു പറയുകയാണ്. ഹല്ലേലൂയ. പ്രിയമുള്ള ദൈവമക്കളെ,
ദൈവവുമായിട്ടുള്ള നമ്മുടെ റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ നമ്മുടെ ആധ്യാത്മിക ജീവിതം, ഇറ്റ് ഈസ് റിലേഷണൽ. മറ്റു ബാഹ്യമായ പല കാര്യങ്ങളെക്കാളും അധികമായി ഹൃദയം കൊണ്ടുള്ളതായ ആഴമേറിയ ബന്ധത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ ജീവിതം ആത്മീയമായി നമുക്ക് കരുപ്പിടിപ്പിക്കുവാൻ സാധിക്കുന്നത്. അങ്ങനെ ആയിരിക്കുമ്പോൾ ദൈവത്തെക്കുറിച്ചുള്ളതായ വ്യക്തമായ അവയർനെസ്, അറിവ് നമുക്കുണ്ടാകണം. പൗലോസ് ദൈവത്തിൻ്റെ പരിജ്ഞാനത്തെക്കുറിച്ച് നാം അറിവുള്ളവരാകണം, അവനെക്കുറിച്ചുള്ള അറിവിൽ നാം പരിജ്ഞാന പൂർണ്ണരായി മാറണമെന്ന് പൗലോസ് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്. അപ്പോൾ ദൈവത്തോടുള്ളതായ, ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവിൻ്റെ ആഴമേറിയ അനുഭവമാണ് നമ്മളെ വിജയത്തിലേക്ക് കൊണ്ടുപോകുവാൻ പോകുന്നത്. ഇന്ന് ഈ വചനം ധ്യാനിക്കുമ്പോൾ നാം ആത്മാർത്ഥമായി ഹൃദയം കൊണ്ട് ആഗ്രഹിക്കുന്നവരാകണം, എൻ്റെ ജീവിതം ഏറ്റവും ഫലദായകമായ ഒരു ജീവിതമാകണം. ഹല്ലേലൂയ. എൻ്റെ ജീവിതം ദൈവപ്രവർത്തികളെ കൊണ്ട് നിറഞ്ഞ ഒരു ജീവിതമായിരിക്കണം. ദൈവത്തെ ഉയർത്താൻ എന്നെ കണ്ടുകൊണ്ട് അനേകർ ദൈവത്തെ കാണാനിടയാകണം. എൻ്റെ ജീവിതം കണ്ടുകൊണ്ട് അനേകർ ദൈവത്തെ ഫോളോ ചെയ്യുവാൻ തീരുമാനമെടുക്കണം. എൻ്റെ സംസാരങ്ങൾ കേട്ട് അനേകർ ദൈവത്തിങ്കിലേക്ക് വരുവാൻ ഇടയായി തീരണം. ഇത്തരത്തിലുള്ള ഒരു വലിയ സമർപ്പണത്തിൽ ജീവിപ്പാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. ഇവിടെ ദാവീദ് വളരെ കൃത്യമായ ഒരു കാര്യം അഡ്മിറ്റ് ചെയ്യുകയാണ്. മനുഷ്യൻ്റെ എല്ലാ വിജയങ്ങളും ദൈവത്തിൽ നിന്ന് വരുന്നു. എവറി അച്ചീവ്മെന്റ് ഓഫ് ഹ്യൂമൻ ബീയിങ്, ഇറ്റ് കംസ് ഫ്രം ഗോഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മൾ നന്നായി ദൈവത്തെ ആരാധിച്ച് ഇവിടെ ഇരിക്കുകയാണ്, നന്നായി ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ നന്മകളും ദൈവത്തിൽ നിന്നാണ്, എല്ലാ വിജയങ്ങളും ദൈവത്തിൽ നിന്നാണ് വരുന്നത് എന്ന് ദാവീദ് പറയുമ്പോൾ നമ്മൾ we have to look back our past. നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളെയും നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. ദൈവം കൂടെ ഇരുന്ന് നമ്മെ സഹായിച്ച വിധങ്ങൾ, ദൈവം നമ്മെ കരുതിയ വിധങ്ങൾ, നമുക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ നാം വല്ലാതെ ഭാരപ്പെട്ടപ്പോൾ, പരാജയ ഭീതിയാൽ കഴിഞ്ഞപ്പോൾ, പരാജയത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഭാരപ്പെട്ടപ്പോൾ, പരാജയമാക്കാതെ, പരാജയപ്പെടുത്താതെ ഹല്ലേലൂയ വിജയിപ്പിച്ച ഒരു ദൈവം. പ്രിയമുള്ളവരെ, അത് നാം എഴുതുന്ന ഹല്ലേലൂയ സെക്കുലർ പരീക്ഷകൾ മാത്രമല്ല, ഈ ജീവിതം തന്നെ ഒരു പരീക്ഷയാണ്. ഹല്ലേലൂയ. ഈ പരീക്ഷ അനുഭവത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ഒന്നൊന്നായി ആ സാഹചര്യങ്ങളെ ജയിച്ചു കയറുവാൻ ദൈവത്തിൻ്റെ കരുണയുടെ കരം നമുക്ക് അനുകൂലമായിട്ട് വേണം. ദാവീദിനെ സംബന്ധിച്ച് ആ പാസ്റ്റ് അനുഭവങ്ങളിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. വളരെ വൾനറബിൾ ആയിട്ടുള്ള സാഹചര്യം. ദൈവത്തിൻ്റെ കുറച്ച് വാഗ്ദത്തങ്ങൾ മാത്രമേ അവനുള്ളൂ. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ അവന് പിതാക്കന്മാരുടെ ദൈവമായ ആ യഹോവയെക്കുറിച്ചുള്ള അറിവുണ്ട്. തങ്ങളുടെ പിതാക്കന്മാരായ അബ്രഹാമിനെ, ഇസഹാക്കിനെ, യാക്കോബിനെ കുറിച്ചുള്ള നല്ല ബോധ്യമുണ്ട്. ഹല്ലേലൂയ. ആത്മീയ ജീവിതത്തിൽ ചരിത്രങ്ങൾ, വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ, ദൈവം പ്രവർത്തിച്ച വിധങ്ങൾ, പിതാക്കന്മാരെ നടത്തിയതായ ദൈവിക വഴികൾ, ഇവയെ നാം ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, മറന്നു പോകാൻ പാടില്ല. അബ്രഹാമിന് കൈ മുതലായിട്ടുള്ളത് അവർ കടന്നുപോയ പരീക്ഷണ ഘട്ടങ്ങൾ എന്നുള്ളതല്ല, അവർ കടന്നുപോയ എല്ലാ ഘട്ടത്തിലും ദൈവം അവർക്ക് തുണയായി നിന്നത് അവൻ്റെ ജീവിതത്തിൽ അവൻ ഊർജം പകർന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ടാണ് ദാവീദിൻ്റെ ജീവിതം ആ വിധത്തിൽ ഒരു വിജയത്തിലേക്ക് കടക്കുവാൻ തക്കവണ്ണം ഇടയായത്. രക്തത്താൽ ജയം. അപ്പോൾ എല്ലാ വിജയങ്ങളും എവിടെ നിന്നാണ് വരുന്നത്? ദൈവത്തിൽ നിന്നാണ്. ഒരായുസ് കൊണ്ട് നമ്മൾക്ക് ഈ തലമൂത്ത ആളുകളൊക്കെ ഒരു കാര്യം പറയുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ നമ്മളൊക്കെ അവരവരുടെ വീടുകളിൽ ചിന്തിച്ചാൽ മതി. വളർന്നു വന്ന സമയത്ത് മാതാപിതാക്കൾ അല്ലെങ്കിൽ മുതിർന്നവർ ഇതിൽ പറയുമ്പോൾ എല്ലാം അതുപോലെ ഉൾക്കൊള്ളാനുള്ളൊരു മനസ്സ് സാധാരണഗതിയിൽ ആർക്കും ഉണ്ടാകാറില്ല. ചില കാര്യങ്ങളൊക്കെ അബ്സല്യൂട്ട്ലി അരോഗൻ്റായിട്ടൊക്കെ തോന്നും. പക്ഷേ പിന്നത്തേതിൽ അതെന്തായിത്തീരുന്നു?
ഓരോന്നും നമ്മൾ ഓർത്ത് നോക്കുക, നമുക്ക് ഗുണമായിട്ടാണ്. അത് ശക്തമായ അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് അവരത് പറയുന്നത്. അതിൻ്റെ വരും വരായ്മകളെക്കുറിച്ച് വ്യക്തമായൊരു ബോധ്യം. കാരണം ടെസ്റ്റഡ് ആയിട്ടുള്ള, ഹല്ലേലൂയ, ആ ടെസ്റ്റഡ് ആയിട്ടുള്ളതായ എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ട് ആണ് നമുക്കിത് പറഞ്ഞു തരുന്നത്. അപ്പോൾ വേദപുസ്തകത്തിൽ നമുക്ക് ലഭിക്കുന്നതായ ആധ്യാത്മികമായ ഗുരുക്കന്മാരിൽ നിന്ന് ലഭിക്കുന്ന പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, ഹല്ലേലൂയ, അതൊരു ടെക്സ്റ്റഡ് ആൻഡ് സക്സസ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിൽ നാം അത് കരുതണം. ഇന്ന് ഈ വചനം പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇന്നൊരു പ്രത്യേക അന്തരീക്ഷം അല്ലേ? പക്ഷേ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, ഈ അന്തരീക്ഷത്തിലൂടെ തന്നെ ദൈവം ചിലത് പഠിപ്പിച്ച് ചില നിർണായക പ്രവൃത്തികളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ചിലർ അന്തിമമായ പോരാടി അന്തിമമായ ഒരു വിജയത്തിലേക്ക് കടക്കാൻ പോകുന്ന, ഹല്ലേലൂയ, അതിനെ കൺഫേം ചെയ്യിക്കുന്ന ചില ശുശ്രൂഷകളാണ് ഇന്നിവിടെ നടക്കുന്നത്. അത്ര എനിക്ക് നിയോഗത്തോടെ നിങ്ങളോട് പറയുവാൻ കഴിയും. ഹല്ലേലൂയ, ചില യുദ്ധങ്ങൾക്ക് എൻ്റെ ദൈവം നൽകാൻ പോകുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. യോശുവയെ കൊണ്ട് ദൈവം പോയപ്പോൾ, ഒരു സമയം വന്നപ്പോൾ യുദ്ധം നിന്നു, സ്വസ്ഥത വന്നു എന്നൊരു പദമുണ്ട്. അതുപോലെ ചില യുദ്ധങ്ങൾ, ഇത് പ്രവചനാത്മകമായിട്ടാണ് പറഞ്ഞത്. ഓർക്കുക, യുദ്ധങ്ങൾ കരുതി വരുത്തി, ചില ക്രൈസിസുകൾക്ക്, കണ്ടിന്യൂസ് ആയിട്ടുള്ള ചില ക്രൈസിസ്, നിഴല് പോലെ പിന്തുടർന്നു കൊണ്ടിരുന്നതായ ചില ക്രൈസിസ്, അവയ്ക്ക് അന്തം വരുത്തി പുതിയൊരു പ്രവൃത്തിയിലേക്ക് കടക്കാനുള്ള സമയമായിരിക്കുകയാണ്. ദൈവജനം ഉണരട്ടെ, ദൈവത്തെ സ്തുതിക്കട്ടെ. ഇവിടെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന, അത് കാലങ്ങൾ കഴിയുമ്പോൾ യേശു കർത്താവിൻ്റെ പ്രാർത്ഥനയുമായി വളരെ ബന്ധമുള്ളതായൊരു പ്രാർത്ഥനയായി മാറുന്നു. ദീസ് വേർഡ്സ് echoed later in the Lord's Prayer. എന്താണ് ആ പ്രാർത്ഥന? Yours is the kingdom, the power and the glory. ശക്തിയും മഹത്വവും, കർത്താവ് പറയുന്നില്ലേ, എന്നേക്കും നിനക്കുള്ളതാകുന്നു. അപ്പോൾ ദൈവത്തിലാണ് ശക്തിയും മഹത്വവും എല്ലാം അടങ്ങിയിരിക്കുന്നത്. ഇന്ന് ആ ഒരു റൂട്ടിൽ നിന്നുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. ഹല്ലേലൂയ, ഗ്ലോറി ബി ടു ഗോഡ്. ദൈവത്തിലാണ് ശക്തിയും മഹത്വവും അടങ്ങിയിരിക്കുന്നത്. ഗ്ലോറി ബി ടു ഗോഡ്. ആ ശക്തി നമ്മളിലേക്ക് പകരപ്പെടുമ്പോൾ, ആ ശക്തിയുടെ വ്യാപാരം നമ്മളിലേക്ക് പകരപ്പെടുമ്പോൾ നാം ശക്തരായി തീരുന്നു. ഹല്ലേലൂയ. ആ മഹത്വം നമ്മിലേക്ക് വെളിപ്പെടുമ്പോഴാണ് നാം മഹത്വീകരിക്കപ്പെടുന്നത്. നമ്മുടെ സാഹചര്യങ്ങളൊക്കെ മാറി അതിൽ ദൈവമഹത്വം അതിൻ്റെ പൂർണ്ണതയിൽ വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീരുന്നത്. ഗ്ലോറി ബി ടു ഗോഡ്. ഇതൊരു ആയുസ് മുഴുവനുള്ള ജീവിതത്തിലൂടെ, സംഘർഷഭരിതമായ ജീവിത സാഹചര്യത്തിലൂടെ ഒരു സാധാരണക്കാരന് എത്തിച്ചേരാൻ കഴിയുന്നതിലപ്പുറമായിട്ടുള്ള ഒരു ലെവലിലേക്ക് ഉയർത്തപ്പെട്ട ദാവീദ് പറയുന്ന വാക്കുകളാണ്. ഹല്ലേലൂയ, സ്തോത്രം. അവൻ്റെ ആരാധനയുടെയും അവൻ്റെ പ്രാർത്ഥനയുടെയും ഒക്കെ കോറായി അവൻ ഉയർത്തിക്കാട്ടുന്നത് ദൈവത്തോടുള്ളതായ, ഹല്ലേലൂയ, സ്തോത്രം, ഹൃദയംഗമമായ അടുപ്പത്തെ അവിടെ എടുത്തു കാണിക്കുകയാണ്. രക്തത്താൽ ജയം. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. രണ്ടാമത് 12-ാമത്തെ, അപ്പോൾ ദൈവത്തിൻ്റെ, ഹി വാസ് പ്രൈസിങ് ഗോഡ് അബൌട്ട് ഹിസ് സോവറിങ് നേച്ചർ. ദൈവത്തിൻ്റെ പരമാധികാരത്തെ, ആ നേച്ചർ, അതിനെ ഓർത്ത് ദൈവത്തെ പ്രൈസ് ചെയ്യുകയാണ് ചെയ്തത്. 1. 2, ഗോഡ് ഈസ് ദ സോഴ്സ് ഓഫ് ഓൾ. ഇന്ന് പ്രധാനമായും ആ വിഷയം നിങ്ങളുടെ, ആ വാക്ക് നിങ്ങളുടെ ഹൃദയത്തിലിരിക്കണം. ദൈവം സകലത്തിൻ്റെയും എന്താകുന്ന സോഴ്സായി. അപ്പോൾ ഓർക്കണം, ഇന്ന് പല വിഷയത്തിൽ നിൽക്കാൻ ദൈവം ആരാണെന്ന് അറിയുമ്പോഴാണ് നമ്മളുടെ ജീവിതത്തിന് ദൈവമായിട്ടുള്ള ബന്ധം കൂടുന്നത്.
ഒരാളെക്കുറിച്ച് കൂടുതൽ അറിയുമ്പോഴാണ് അടുക്കണ്ടായോ എന്നറിയുന്നത്, അല്ലേ? അതുപോലെ ദൈവമായിട്ടുള്ള ബന്ധം പ്യുവർലി റിലേഷണൽ ആയിട്ടുള്ളതാകിയാൽ ദൈവത്തെക്കുറിച്ച് എത്രമാത്രം അറിയാമോ അത്രമാത്രം നമ്മുടെ ജീവിതം അറിയുകയും അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോൾ അത് വലിയ വിടുതലായിട്ട് മാറുവാൻ കഴിയുന്നു. ഇവിടെ ദാവീദ് പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? റിച്ചസ് ആൻഡ് ഓണർ കം ഫ്രം യു ആൻഡ് യു റൂൾ ഓവർ ഓൾ. ഇതെല്ലാം തൻ്റെ സോവറിറ്റിയിൽ നിന്നുള്ളതാണ്. എന്നാൽ ഓർക്കണം, എന്താണ് അതിൻ്റെ മലയാളം? ധനവും ബഹുമാനവും കം ഫ്രം യു ആൻഡ് യു റൂൾ ഓവർ ഓൾ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഉയർച്ചകളിൽ സമ്പത്തും അഭിമാനം അല്ലെങ്കിൽ ഹോണർ നമ്മുടെ ജീവിതത്തിൽ വരുന്നത് എവിടെ നിന്നാണ്? ദൈവത്തിൽ നിന്നാണ്. കൃത്യമായിട്ട് അതറിയാം ദാവീദിന്. തള്ളപ്പെട്ട ഒരുത്തനായിരുന്നു, ആർക്കും വേണ്ടായിരുന്നു, ഓർക്കേണ്ടവരൊക്കെ മറന്നുപോയിരുന്നു. എന്നാൽ വാക്ക് പറഞ്ഞ ദൈവം, താൻ സേവിച്ച ദൈവം, താൻ എവിടെ ജീവിതം അർപ്പിച്ചോ ആ ദൈവം വാക്ക് മാറാതെ ഹല്ലേലൂയ അവനെ മാനിക്കുവാനായിട്ടിടയായി തീർന്നു. ഗ്ലോറി ബി ടു ഗോഡ്. അപ്പോൾ ദൈവത്തിൽ നിന്നാണ് ധനവും മാനവും. ശലോമോൻ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, ധനവും മാനവും ജീവനും ദൈവത്തെങ്കിൽ നിന്ന് വരുന്നു. മറ്റൊരു വാക്യത്തിൽ പറയുന്നു, യഹോവ ഭക്തിയുടെ പ്രതിഫലമോ. പറഞ്ഞാട്ടെ, ധനവും മാനവും ജീവനുമാകുന്നു. ഹല്ലേലൂയ. അപ്പോൾ ദൈവഭക്തിയുടെ പ്രതിഫലം എന്ന് പറയുന്നത്, അതിനകത്ത് റിച്ച്നെസ് ഉണ്ട്, അതിനകത്ത് ഹല്ലേലൂയ ഓണറുണ്ട്. അത് മാത്രമല്ല, സമൃദ്ധിയായ ജീവൻ, അബണ്ടന്റ് ലൈഫ് ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ദൈവഭക്തി എന്നുള്ളത് ചെറിയ വിഷയമല്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ സന്ധ്യാപ്രാർത്ഥനയിൽ ദൈവഭക്തിയെക്കുറിച്ച് തന്നെ ചിന്തിപ്പാനായിട്ടിടയായി. ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന അനുഭവം. ഒരു തെറ്റ് ചെയ്യുവാനായി പ്രേരിപ്പിക്കപ്പെടുമ്പോൾ അതൊരു കോമൺ ഇഷ്യൂ ആണ്. മനുഷ്യൻ നേരിടുന്ന വെല്ലുവിളിയാണ് പ്രലോഭനങ്ങൾ എന്നുള്ളത്. എന്നാൽ അവയെ നേരിടുമ്പോൾ ദൈവത്തോടുള്ള നമ്മുടെ ഭയമുണ്ടല്ലോ, ദൈവത്തോടുള്ള നമ്മുടെ ഭക്തിയുണ്ടല്ലോ, അത് നമ്മെ ആ പ്രലോഭനങ്ങളിൽ പിടിച്ചു നിൽക്കാൻ, ബ്രിഡിൽ ചെയ്ത് നിർത്താൻ കഴിയണം. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ദൈവത്തിന് ഹിതമല്ലാത്ത വിഷയത്തിലേക്ക് വരുമ്പോൾ ആ വിഷയത്തിൽ പ്രതികരിക്കേണ്ടതുപോലെ പ്രതികരിക്കാൻ നമ്മെ നിയന്ത്രിക്കുന്ന ഒരു ഘടകം ദൈവഭക്തിയായിരിക്കണം. ഗ്ലോറി ബി ടു ഗോഡ്. അപ്പോൾ ദൈവഭക്തി നമ്മുടെ ജീവിതത്തിൽ, നമുക്ക് ഈ ലോകത്തിൽ, ഈ ജീവിതത്തിൽ, ഈ ആയുസ്സിൽ വേണ്ടതെല്ലാം കൊണ്ടുതരുന്നതാണ്. ധനവും മാനവും ജീവനും. അപ്പോൾ ഇതിൻ്റെ ഒരു കോണ്ടസ്റ്റ്, വളരെ സമൃദ്ധമായി ദേവാലയം പണിയുവാൻ എല്ലാം ഒരുക്കി വച്ചിരിക്കുന്ന ഒരു ദാവീദ്, അദ്ദേഹം അതെല്ലാം ദൈവത്തിൻ്റെ മുൻപിൽ കൊണ്ടുവന്നിട്ട് പറയുന്നു, ഈ ധനവും ഈ മാനവും ഈ സകല കാര്യങ്ങളും ഞങ്ങൾ അനുഭവിക്കുന്നത് ദൈവം കൊണ്ടുവന്നതാണ്. ഇന്ന് പകൽക്കാലം അങ്ങനെയുള്ള ഒരു അതൊന്ന് അഡ്മിറ്റ് ചെയ്തുകൊണ്ട് ഹൃദയത്തിൻ്റെ അകത്ത് നിന്ന് ദൈവജനത്തിൻ്റെ പ്രാർത്ഥന ഉയരണം. നമ്മുടെ കഴിഞ്ഞ കാലങ്ങൾ ഓർക്കണം. ഹല്ലേലൂയ. നമ്മുടെ ചെറുപ്പകാലങ്ങൾ ഓർക്കണം. നമുക്ക് ഓർമ്മയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓർക്കണം. അവിടെയൊക്കെ ദൈവത്തിൻ്റെ കരുണയുടെ കരം എത്രമാത്രം ആഴങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ഇറങ്ങി പ്രവർത്തിച്ചത് കൊണ്ടാണ് നമ്മൾ ഇന്ന് ഇങ്ങനെയുള്ളത്. ഹല്ലേലൂയ. വളരെ വൈകാരികമായി, ഇമോഷണലായി ദാവീദ് ഓർക്കുകയാണ്. ദൈവത്തിൻ്റെ കരുതലില്ലെങ്കിൽ, ഉണ്ടായിരുന്നില്ലെങ്കിൽ നാം എങ്ങനെ ആയിരുന്നേനെ? ഹല്ലേലൂയ. നാം വെറും ഒരു പഴഞ്ചൊല്ലായി മാറുമായിരുന്നു. രക്തത്താൽ ജയം ഇന്ന് പകൽക്കാലം നമ്മെ തന്നെ സമ്പൂർണ്ണമായിട്ട് താഴ്ത്തി ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുവാൻ നമുക്കിടയാകട്ടെ. ഇവിടെ ദാവീദ് വളരെ ഹമ്പിളായി ഇത് സമ്മതിക്കുകയാണ്. അത് മാത്രമല്ല,
സ്തോത്രം. ജനങ്ങളോടും ഇസ്രായേൽ ജനത്തോട് മുഴുവൻ ദാവീദ് പറയുന്നു, ഇതെല്ലാം ദൈവം കൊണ്ടുവന്നതാണ്. David reminds the people that their wealth, power and influence are not earned independently, but by a gift from God. ഇത് അംഗീകരിക്കുന്ന ഒരു അനുഭവം, നമ്മളെല്ലാം അംഗീകരിക്കുന്നവരാണ് വാക്കുകളിൽ. പക്ഷേ സമയം വരുമ്പോൾ നമ്മൾ മനുഷ്യൻ മാറിപ്പോകുന്നു. ഞാൻ ഉൾപ്പെടെ എല്ലാ മനുഷ്യൻ്റെയും നേച്ചറാണത്. സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഇത് ഓർക്കാതെ പോകുന്നു. നമ്മൾ ഹമ്പിളാകാൻ നമുക്ക് കഴിയുന്നില്ല. എത്രത്തോളം നാം ഹമ്പിളാകുമോ അത്രത്തോളം അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് നൽകും. ഹല്ലേലൂയ. എത്രത്തോളം താഴ്മ ധരിക്കുവാൻ കഴിയുമോ അവിടെ ഒരു ഉയർച്ച നമുക്ക് പ്രതീക്ഷിക്കാം. ഹല്ലേലൂയ. അവൻ തക്ക സമയത്ത് നമ്മെ ഉയർത്തേണ്ടതിന് പത്രോസ് പറഞ്ഞു, ബലമുള്ള കൈക്കീഴിൽ നാം താണിരിക്കണം. ബലമുള്ള കൈക്കീഴിൽ നാം താണിരിക്കുമ്പോൾ, സമർപ്പിതരായി നാം ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. നീ ആരാധനയിലായിരിക്കുമ്പോൾ ദൈവത്തോട് പറയണം. ചിലരെങ്കിലും പ്രത്യേക ആവശ്യങ്ങളൊന്നും ഇല്ലാതിരിക്കുന്നവരായിരിക്കും. എന്നാൽ ചിലർ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ദൈവത്തിൻ്റെ ഒരു സ്പർശനം അനുഭവിപ്പാൻ, ഒരു വിടുതലുടെ കരം കാണാനിരിക്കുന്നവരാണ്. ചിലർ അടുത്ത ദിവസങ്ങളിൽ ഒരു ദൈവപ്രവർത്തിക്ക് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവരാണ്. ഇന്ന് പകൽക്കാലം എല്ലാവരോടും പറയട്ടെ, ശക്തമായി പ്രാർത്ഥിച്ചും ഗൗരവമായും ഈ വചനങ്ങളെ ഹൃദയത്തിൽ ഏറ്റെടുക്കുവാൻ നമുക്ക് കഴിയണം. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ചലഞ്ചായിട്ടുള്ളത് നമ്മുടെ പ്രൈഡാണ്. നമ്മളാരും അഹങ്കാരികളാണെന്നുള്ളതല്ല എൻ്റെ അർത്ഥം. പക്ഷെ ദൈവത്തിൻ്റെ മുൻപിൽ നമ്മൾ ദൈവത്തെ കാണേണ്ടതുപോലെ കാണാനും താഴേണ്ടതുപോലെ ദൈവം ഭാഗത്ത് താഴാനും കഴിയുന്നതിലൂടെയാണ് നമ്മുടെ വിജയം ഇരിക്കുന്നത്. രക്തത്താൽ ജയം. ഇവിടെ അദ്ദേഹം പറയുന്നു, ആ ഒരു സമ്മതം അദ്ദേഹം പറയുന്നത് എന്താ അറിയാമോ? അദ്ദേഹം ദൈവത്തിന് വേണ്ടി ഇത് കൊടുക്കുമ്പോൾ പറയുന്ന വാക്യമുണ്ട്, ഈവൻ ഇൻ ഗീവിങ് ടു ഗോഡ് we are only giving back what he gave us first. അത് നമ്മൾ അറിയണം. നമ്മൾ ദൈവത്തിനു വേണ്ടി എന്തെല്ലാം കൊടുക്കുന്നോ അതെല്ലാം ആര് നമുക്ക് ആദ്യം തന്നെയാ? ദൈവം തന്നതാ. ഈ ചിന്ത നമ്മളെ എപ്പോഴും ഭരിക്കണം. ഹല്ലേലൂയ. അത് വലിയ ചിന്തയാണ്. എൻ്റെ കോഴ്സിലൊക്കെ ഗ്രസിച്ചിരിക്കുന്ന വലിയ വിഷയങ്ങളാണത്. നമ്മൾ ദൈവത്തിന് ഔദാര്യമായി കൊടുക്കുകയല്ല, ദൈവത്തിൽ നിന്ന് നാം വാങ്ങിച്ചതെടുത്ത് ദൈവത്തിന് കൊടുക്കുകയായി എന്ന്. അത് ദാവീദ് അവിടെ മലയാളം നിങ്ങൾ വായിച്ചു കേട്ടല്ലോ. പറയുകയാണ്, നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തന്നേ ഉള്ളൂ. ഹല്ലേലൂയ. സ്തോത്രം. 14-ാം വാക്യത്തിൽ കാണുന്നു, ബട്ട് ഹൂ ആം ഐ ആൻഡ് ഹൂ ആർ മൈ പീപ്പിൾ. ഞാൻ എന്തുള്ളൂ, എൻ്റെ ജനവും എന്തുള്ളൂ. ദാറ്റ് വി ഷുഡ് ബി ഏബിൾ ടു ഓഫർ വില്ലിംഗ്ലി, for all things come from you. എല്ലാം നിന്നിൽ നിന്നാണ് വന്നത്. ഈ വചനം വെറുതെ ഒരു ടീച്ചിങ്ങിന് വേണ്ടി വന്നതല്ല. ആത്യന്തികമായ ചില ഡെലിവറൻസുകൾ ടേക്ക് പ്ലേസ് ആകാൻ വേണ്ടി ദൈവാത്മാവ് തന്നതാണ്. ഒരു കോമൺ ആയി ടീച്ചിങ്ങിന് വേണ്ടി അല്ല. നീ ഹോളിൽ വന്നിരിക്കുന്ന ഈ ശബ്ദം കേൾക്കുന്ന ഓരോ മക്കളും ദൈവത്താൽ വിടുതൽ പ്രാപിക്കേണ്ടതിനും മാനിക്കപ്പെടേണ്ടതിനും അവരറിഞ്ഞിരിക്കേണ്ടതായ ആഴമേറിയ തത്വങ്ങൾ അവരെ പഠിപ്പിച്ച് ഉറപ്പിച്ച് വലിയ ദൈവ പദ്ധതിയിലേക്ക് അവരെ കൊണ്ടുപോകാൻ വേണ്ടി പർപ്പസ്ഫുൾ ആയിട്ടാണ് ഈ വചനം ഇന്നിവിടെ പരിശുദ്ധാത്മാവ് ഷെയർ ചെയ്യുന്നത്. അല്ലാതെ വേദപുസ്തകത്തിലൊരു ഭാഗം എടുത്ത് ജസ്റ്റ് ഷെയർ ചെയ്ത് സൺഡേ മോർണിംഗ് ആണല്ലോ ഷെയർ ചെയ്യാം എന്നുള്ളത് വെച്ചൊരു ചിന്തയല്ലിത്. ഇത് നിങ്ങളുടെ ജീവിതവുമായി വളരെ ബന്ധപ്പെട്ട വിഷയമാണ് ഇവിടെ പരിശുദ്ധാത്മാവ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ദൈവത്തിൽ നിന്ന് പ്രാപിച്ചത് ദൈവത്തിനു വേണ്ടി തിരിച്ചു കൊടുക്കുന്ന അനുഭവം, അതൊരു ഭക്തരുടെ നേച്ചറാണ്. ഹല്ലേലൂയ. നമ്മുടെ ടാലൻറ്റുകളായാലും നമ്മുടെ കഴിവുകളായാലും എല്ലാം. അപ്പോൾ അവിടെ ഒരു ഹമ്പിൾ ഹ്യൂമിലിറ്റി അവിടെ കാണും. നമ്മൾ ദൈവത്തിൽ നിന്ന് നമ്മുടെ ടാലൻറ്റുകൾ ഉപയോഗിക്കുമ്പോൾ, ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ ഒന്നും നമ്മുടെ സ്വന്തമായിട്ടില്ല.
എക്സാമ്പിൾ, ഞാൻ ഈ പുൾപിറ്റിൽ നിൽക്കുമ്പോൾ എൻ്റെ സ്വന്തമായി പറയാൻ യാതൊന്നുമില്ല. ദൈവം തരുന്നത് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. നാം മനസ്സിലാക്കണം, അതുപോലെ നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ദൈവനാമ മഹത്വത്തിനായി ചെയ്യുമ്പോൾ, ടാലന്റുകൾ വിനിയോഗിക്കുമ്പോൾ, ഇതേ ഹംബിൾ നേച്ചർ നമുക്കുണ്ടാകണം. ഇത് ദൈവം എനിക്ക് തന്നതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കൈകൾ രണ്ടുമില്ലാത്ത ഒരു ബാലൻ കാലുകൊണ്ട് ഗിറ്റാർ വായിച്ച് ആരാധിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഓഹോ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കണ്ണ് രണ്ടുമിൽ കാഴ്ച നഷ്ടപ്പെട്ട ഫിന്നി ക്രൂസ്ബേ ആയിരക്കണക്കിന് പാട്ടുകൾ, പ്രസിദ്ധമായ പാട്ടുകൾ എഴുതി. പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നതാണെന്നുള്ള ബോധ്യത്തോടെ ആയിരിക്കണം അതിൻ്റെ വിനിയോഗം. അവിടെ ബ്ലെസ്സിങ് ആരംഭിക്കുക. അവിടെ ദൈവത്തിൻ്റെ പ്രവർത്തികൾ അവർക്ക് വേണ്ടി ചെയ്യും. അവർ കൂടുതലൊന്നും അന്വേഷിക്കേണ്ട, അവർക്ക് വേണ്ടി ഉള്ളത് വന്നു ചേരുന്നൊരു അനുഭവമുണ്ട്. ദൈവം കാര്യങ്ങളെ ഏറ്റെടുക്കുന്ന ഒരവസ്ഥയുണ്ട്. ഇന്ന് പകൽക്കാലം എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്, എൻ്റെ കാര്യം എൻ്റെ കർത്താവ് ഏറ്റെടുക്കണം. കർത്താവ് വെറുതെ ഏറ്റെടുക്കില്ല. ഹല്ലേലൂയ. സിമ്പിളി ഉള്ള ഒരു അനുഭവത്തിലൂടെ ആ ഒരു ഏറ്റെടുപ്പ് നടക്കത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ആയിരിക്കുന്ന ദൈവകൃപയാലാണെന്നുള്ള പൗലോസിന്റെ സ്റ്റേറ്റ്മെന്റ് ഓർക്കുക. ദൈവകൃപയാലാണ്, ആ കൃപയിൽ നിന്നുകൊണ്ടാണ്. അപ്പോൾ അതെല്ലാം ഈ ഒരു മനോഭാവത്തോടു കൂടെ ചെയ്തെടുക്കുവാനായിട്ടിടയായിത്തീരും. അത് നമ്മുടെ ജീവിതത്തിൽ വിജയത്തിൻ്റെ ശുഭസൂചനകളാണ്. ഹല്ലേലൂയ, വിജയത്തിൻ്റെ ശുഭസൂചനകൾ. ഗ്ലോറി ബി ടു ഗോഡ്. 15-ാമത്തെ വാക്യത്തിൽ അദ്ദേഹം മറ്റൊന്ന് പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നുണ്ട്. For we are strangers before you and sojourners as all our fathers were. എന്താണ് ആ വാക്യം? ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരെല്ലാവരും വെറും അന്യരും പരദേശികൾ. അബ്രഹാം തന്നെ അത് പറയുന്നുണ്ട്. അബ്രഹാമിന്റെ ജീവിതയാത്ര മുഴുവൻ ഒരു പിലിഗ്രിമായി നിന്നുകൊണ്ട്, ഒരു പിലിഗ്രിം മെന്റാലിറ്റി നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ, ഗ്ലോറി ബി ടു ഗോഡ്. പിലിഗ്രിം മെന്റാലിറ്റി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നാം ഇവിടെ സ്ഥിരമായി വസിക്കുവാനുള്ളവരല്ല. നാം അന്യരും പരദേശികളുമായി ഒരു തീർത്ഥാടന യാത്ര നടത്തുന്ന പോലെയുള്ളതായ ഒരു യാത്രക്കാരാണെന്നുള്ള ബോധ്യം നമ്മളെ ഭരിക്കണം. ഗ്ലോറി ബി ടു ഗോഡ്. നമ്മുടെ സ്ഥിരമായ വാസം, നമ്മുടെ റെസ്റ്റിംഗ് പ്ലേസ് എന്ന് പറയുന്നത് നിത്യതയിൽ ദൈവത്തോടൊപ്പമാണെന്നുള്ള ചിന്ത, അത് വരുമ്പോൾ നമുക്ക് ബാക്കി എല്ലാ കാര്യങ്ങളിലെയും അതിൻ്റെ നിലയിൽ കാണുവാനായിട്ട് കഴിയും. അങ്ങനെ പിലിഗ്രിം മെൻറ്റാലിറ്റി, ആ പദം, കാരണം നമുക്കറിയാം, വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് നിന്ന അബ്രഹാം കാണിപ്പാനിരിക്കുന്ന ദേശം എന്ന് പറഞ്ഞപ്പോൾ അതിനകത്ത് കൊടുത്തിരിക്കുന്ന അൺഫോർസീൻ പ്ലേസ് എന്നാണ്. എന്നുവെച്ചാൽ കാണിപ്പാനിരിക്കുന്നത് കണ്ടിട്ടില്ല. അപ്പോൾ ബൈ ഫെയ്ത്താണ് ആ മൂവ്. എല്ലാ രീതിയിലും എസ്റ്റാബ്ലിഷ്ഡ് ആയിരിക്കുന്ന ഒരു വ്യക്തിയോട് ദൈവം മൂവ് ചെയ്യാൻ പറയുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, കൂടാരവാസം, എന്താണ് കൂടാരം? ടെന്റ് ലൈഫിലേക്ക് മാറുകയാണ്. അപ്പോൾ ആ ടെന്റ് ലൈഫിനകത്തെന്ന് പറഞ്ഞാൽ ചൂടുണ്ട്, കാലാവസ്ഥയെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കാനുള്ള സംവിധാനമില്ല. കാറ്റ് വരും, കോള് വന്നാലും, അതേ മഴ വന്നാലും, എന്തെല്ലാം വന്നാലും അതിനൊരു ചെറിയ എഫക്റ്റ് ഉണ്ടാകും. ഹല്ലേലൂയ. പക്ഷെ അവിടെ എല്ലാം ദൈവാശ്രയ ബോധത്തിൽ ജീവിക്കുകയും അതിലൂടെ ലഭിക്കുന്ന ഒരു ദൈവിക കരുതലുണ്ട്. ഇന്ന് പകൽക്കാലം ഓർക്കണം, ആ ഒരു മെൻറ്റാലിറ്റി വലിയ യൂണിഫൈഡ് ആയിട്ടുള്ള ഇസ്രായേലിനെ താൻ ഭരിച്ച് താൻ നയിക്കുമ്പോൾ ആ കാര്യം അദ്ദേഹം മറക്കുന്നില്ല. എൻ്റെയും നിങ്ങളുടെയും ആത്മീയ ജീവിതത്തിൽ ആ പിലിഗ്രിം മെൻറ്റാലിറ്റി നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും കരുതണം. ഈ യാത്ര ഒരു ടെമ്പററി ആയിട്ടുള്ള യാത്രയാണെന്നുള്ള ചിന്ത എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തെ കൂടുതലായിട്ട് ഭരിക്കുവാനിടയാകണം. അതുമാത്രമല്ല, ഈ ജീവിതം വളരെ ഷോർട്ടാണെന്നുള്ള ചിന്ത എപ്പോഴും ഉണ്ടാകണം. ഹല്ലേലൂയ, സ്തോത്രം. അതുകൂടാതെ അവർ പൊസിഷൻസ് ഓൾസോ ടെമ്പററി. നമുക്ക് ഈ ഭൂമിയിൽ ലഭിക്കുന്ന പദവികൾ ഇതെല്ലാം താൽക്കാലികമാണെന്നുള്ള ബോധ്യം
ദാവീദിനെ ഭരിച്ചിരുന്നു. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന സമയം എത്രമാത്രം ഭംഗിയാക്കാം, എത്രമാത്രം ദൈവഹിതപ്രകാരമുള്ള വഴികളാക്കി മാറ്റാം എന്നുള്ളതിനു വേണ്ടി നാം പരിശ്രമിക്കണം. ഹല്ലേലൂയ. ഈ അവസാനത്തെ പ്രാർത്ഥനയിൽ അദ്ദേഹം അതെല്ലാം ഓർക്കുന്നു. അദ്ദേഹത്തിൻ്റെ യാത്ര എങ്ങനെയായിരുന്നു? ഗ്ലോറി ബി ടു ഗോഡ്. നമ്മൾ ആ എറ്റേണിറ്റി എന്നുള്ളൊരു പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് ജീവിക്കാൻ കഴിയണം. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് അതുണ്ടായിരിക്കണം. എങ്ങനെ? ആ എറ്റേണിറ്റി എന്നുള്ള വ്യൂ പോയിന്റ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറരുത്. നമ്മുടെ വിശ്വാസത്തിൻ്റെ എല്ലാം അടിത്തറ എന്ന് പറയുന്നത് നിത്യതയും കർത്താവിനോടൊപ്പമുള്ള നിത്യമായ ജീവിതം എന്നുള്ള ആ ഒരു പെർസ്പെക്റ്റീവിലായിരിക്കണമെന്ന് ദൈവം എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും വളരെ നന്നായി ആഗ്രഹിക്കുന്നു. ഗ്ലോറി ബി ടു ഗോഡ്. അതിൻ്റെ 16-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാണാൻ കഴിയും, അവിടെ ദൈവത്തിൻ്റെ ഭയങ്കരമായ പ്രൊവിഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. അവിടെ എന്താ പറയുന്നത്? ഇറ്റ് ഈസ് ഫ്രം യുവർ ഹാൻഡ് ആൻഡ് ഓൾ ഈസ് യുവേഴ്സ്. നിന്റെ കയ്യിൽ നിന്നുള്ളത് നിനക്ക് തന്നിരിക്കുന്നു. ഈവൻ ദ മെറ്റീരിയൽസ് കളക്റ്റഡ് ഫോർ ദ ടെമ്പിൾ വെയർ പ്രൊവൈഡഡ് ബൈ ഗോഡ്. ഹല്ലേലൂയ. നമ്മൾ ഈ ദൈവനാമത്തിനു വേണ്ടി, എൻ്റെ കോർ സബ്ജക്റ്റ് വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ അതിലോട്ട് പോകുന്നില്ല. പക്ഷെ നമ്മൾ ദൈവത്തിന് കൊടുക്കുകയും ദൈവനാമത്തിന് വേണ്ടിയൊക്കെ ചെലവിടുന്ന കാര്യങ്ങളിൽ ഇത് ഫൗണ്ടേഷണലായിട്ടുള്ളൊരു തത്വമായി നാം മനസ്സിലാക്കേണ്ടതാണ്. നമ്മൾ കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പ് ഞാൻ കണ്ടതാണ്, എനിക്കറിയാവുന്ന ഞങ്ങളുടെ നാട്ടിലെ ഒരു വ്യക്തി വളരെ ആത്മീയമാണ്, വളരെ ബേസിക്കായിട്ട് ക്രിസ്തീയ കുടുംബത്തിൽ ജീവിക്കുന്നതാണ്. ഞാൻ ഒത്തിരി ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. പക്ഷെങ്കിൽ അല്പം ഇഷ്ടപ്പെടാതെ വന്നു. അദ്ദേഹം ചർച്ചിൽ നിരന്തരമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അങ്ങ് നിർത്തി. അപ്പോൾ അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? നമ്മുടെ സമൂഹത്തിലെ മൂല്യച്യുതിയാണത്. ഇത് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. വചനം അറിയാത്തത് കൊണ്ട്, ദൈവവചനത്തെ ഗ്രഹിക്കാത്തത് കൊണ്ട്, ദൈവത്തിൻ്റെ നടത്തിപ്പുകളെ തിരിച്ചറിയാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. വന്ന പാസ്റ്ററിനെ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ 1500 രൂപ കുറച്ചു, 2000 കൊടുക്കുന്നത് 500 ആക്കി. ഇനി 3 വർഷത്തേക്ക് അയാൾ എങ്ങനെ ജീവിക്കുന്നതെന്ന് കാണട്ടെന്നുള്ളതാണ്. പക്ഷെ ഞാൻ പറയാം, അത് കാണുമ്പോൾ ഞാൻ അതിനെ ഒരു ലോക്കൽ വിഷയമായിട്ട് കാണുന്നില്ല. അതൊരു ഇഷ്യൂ ആണ്. സമൂഹം നേരിടുന്ന, സഭകൾ നേരിടുന്ന, ആധ്യാത്മിക ലോകം നേരിടുന്ന ഇഷ്യൂ ആണിത്. ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ കാര്യത്തെ വിലയിരുത്തുവാനും പഠിക്കുവാനും അതിനെ ഫോളോ ചെയ്യുവാനും ഒരു ദൈവപൈതൽ ശ്രമിക്കുമ്പോഴാണ്. ഹല്ലേലൂയ, സ്തോത്രം. പ്രിയമുള്ളവരെ, നമ്മൾ എന്ത് ചേഞ്ചിന് തീരുമാനിക്കുമ്പോഴും ചിലപ്പോൾ നമ്മൾ മാത്രമേ കാണൂ. ഹല്ലേലൂയ. പക്ഷെ നമ്മൾക്ക് ലഭിച്ച വെളിച്ചം, നമുക്ക് ലഭിച്ചതായ ആത്മീയ കാഴ്ചപ്പാട് നമ്മൾ എല്ലാറ്റിലും നമ്മൾ പാലിക്കണം. എല്ലാറ്റിലും, ഏത് കാര്യത്തിലും, ഒരു കാര്യമൊന്നുള്ളതല്ല, എല്ലാ കാര്യത്തിലും നമ്മളത് പാലിക്കുവാനായിട്ട് നമ്മെ കൊണ്ട് സാധിക്കണം. അതൊക്കെ ബ്ലെസ്സിങ്ങിൻ്റെ ഫൗണ്ടേഷനലായിട്ടുള്ള കാര്യങ്ങളാണെന്നുള്ളത് നാം മറന്നു പോകരുതേ. ഈ കൊടുത്തതും എന്ത്? ദൈവം എന്നാണ് ദാവീദ് അംഗീകരിക്കുക. ദാവീദിന് ഇതൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ ദാവീദ് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്ന് ദൈവം പറയാൻ കാരണം ഇതാ: രക്തത്താൽ ജയം. അവർ ഓഫറിങ് ആർ നോട്ട് ഗിഫ്റ്റ് ടു ഗോഡ്. ദൈവത്തിന് നമ്മൾ സമ്മാനം കൊടുക്കുകയല്ല, ആസ് മച്ച് ആസ് അക്നോളജ്മെൻറ്റ് ഫ്രം ഗോഡ്. ദൈവത്തെ നമ്മൾ അക്നോളജ് ചെയ്തുകൊണ്ട് ദൈവത്തിനു വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് ഇത്. ഒൺലി മോണിറ്ററി, പൈസ, സാമ്പത്തിക വിഷയങ്ങൾ എന്നുള്ളതല്ല. എല്ലാ കാര്യങ്ങളും ഇതുപോലെ. നമ്മുടെ ടാലൻറ്റ് പോലും അങ്ങനെയാണ്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മളെ അതൊക്കെ പറയാൻ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അതൊക്കെ ബൈബിൾ സ്റ്റഡി ആകുമ്പോൾ നമുക്ക് പറയാം. ഈ ആരാധന സമയത്ത് അതല്ല. നമുക്ക് തന്നിരിക്കുന്ന കഴിവുകളെ ദൈവനാമ മഹത്വത്തിനായി ഉപയോഗിക്കുന്നതിൽ നമ്മളെ വേറൊന്നും തടസ്സപ്പെടുത്താൻ പാടില്ല. ഹല്ലേലൂയ. നമ്മുടെ ബിറ്റർനെസ്സോ, നമ്മുടെ പകയോ, നമ്മുടെ കോപമോ, നമ്മുടെ ജനറ്റിക്കായിട്ടുള്ള വീക്ക്നെസ്സോ ഒന്നും തന്നെ നമ്മളെ അതിൽ നിന്ന് തടയരുത്. അതിൻ്റെ ഒരു സൂപ്പർലേറ്റീവ് ഫോമിലാണ് ദാവീദ് പറയുന്നത്: വന്നതിനോ വരുവാതിരിക്കുന്നതിനോ ഉയരത്തിനോ ആഴത്തിനോ
മറ്റ് യാതൊന്നിനും ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്ന് തന്നെ വേർപിരിക്കാൻ ആർക്കും കഴിയില്ല. പൗലോസിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഒന്നിനും നമ്മളെ ദൈവത്തെ സേവിക്കുന്നതിനും പ്രസാദിക്കുന്നതിനും തടസ്സമാകാൻ പാടില്ല. ഇന്ന് പകൽക്കാലം അധരങ്ങൾ കൊണ്ട് പറയണം, ഏത് കാര്യങ്ങളും വരാമല്ലോ, അതൊന്നും ദൈവത്തെ സേവിക്കുന്നതിന് തടസ്സമാകരുത്. എന്തിനു പറയട്ടെ, നമ്മുടെ കുടുംബ പ്രാർത്ഥനയിൽ പോലും ഒരു സ്വരച്ചേർച്ച വന്നാൽ അന്നത്തെ പ്രാർത്ഥന ഡൗൺ ആണ്. ചിലപ്പോൾ നടന്നില്ലെന്നിരിക്കും. ഹല്ലേലൂയ. വേണ്ടതുപോലെ നടന്നില്ലെന്നിരിക്കും. പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിച്ചില്ലെന്നിരിക്കും. ഇത് നമ്മുടെ മനസ്സിനകത്തുണ്ടായിരിക്കണം. എൻ്റെ ദൈവത്തോടുള്ള സ്നേഹം അത് ഹല്ലേലൂയ വന്നതിനോ പൗലോസ് പറഞ്ഞ പോലെ വരുവാനിരിക്കുന്നതിനോ ഉയരത്തിനോ ആഴത്തിനോ എന്ത് വലിയ പ്രശ്നങ്ങളായാലും അതിൽ നിന്ന് വേർപിരിക്കാൻ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ഒന്നും തടസ്സമായി മാറാൻ പാടില്ല. ഒന്നും സ്റ്റംബ്ലിംഗ് ബ്ലോക്കായി മാറാൻ പാടില്ല. സ്തോത്രം. ദൈവത്തോട് നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ. 17-ാം വാക്യത്തിൽ കാണുന്നു, നീ ഹൃദയത്തെ ശോധന ചെയ്ത പരമാർത്ഥതയിൽ പ്രസാദിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അപ്പോൾ നമ്മുടെ ദൈവം ഹൃദയത്തെ കൃത്യമായി ശോധന ചെയ്യുന്ന ദൈവമാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ ചിന്തകൾ വിചാരങ്ങളൊന്നും നമ്മുടെ കൂടെ നമ്മുടെ ലൈഫ് പാർട്ട്ണർ നമ്മുടെ കൂടെ 24 മണിക്കൂറും ഉള്ളവരുടെ മനസ്സിലുള്ള ചിന്തകൾ അവരുടെ കൗണ്ടർ പാർട്ടിന് മനസ്സിലാകണമെന്നില്ല. എന്നാൽ ദൈവത്തുമായിട്ടുള്ള ബന്ധങ്ങളിൽ എല്ലാ ഇടപാടുകളും ഹൃദയവുമായിട്ടുള്ള ബന്ധമാണ്. All kind of transaction connected with God is relational, is related with our heart. നമ്മൾ പുറമേ കാണിക്കുന്നതും കാണുന്നതും ഒന്നുമല്ല, അതിലെല്ലാം ഉപരിയായിട്ട് നമ്മുടെ ഹൃദയത്തിൽ നിന്നുള്ളതാണ്. ഹൃദയ നിരൂപണങ്ങളെ അവൻ അറിയുന്നു എന്ന് ദൈവം പറഞ്ഞു. മനുഷ്യന്റെ നിരൂപണങ്ങൾ എല്ലാം ദോഷമുള്ളവയാണെന്ന് കർത്താവ് പറയുന്നുണ്ട് യെരമ്യാ പ്രവചനത്തിൽ. അപ്പോൾ അത് നാച്ചുറൽ ആയിട്ടുള്ളതാണ്. പക്ഷേ അതിന് പരിഹാരം കണ്ടെത്തിക്കൊണ്ട് പോകാനുള്ള വഴി ദൈവം തന്നിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിഹാരം ദൈവത്തിൽ നിന്ന് കണ്ട് നാം വളരണം. അപ്പോഴാണ് നമുക്ക് ഈ ബ്ലെസ്സിങ്സ് എല്ലാം നമ്മുടെ ജീവിതത്തിൽ വരുവാനിട. പ്രിയമുള്ളവരെ, നാം അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. ഞാനൊരു പുൽപ്പിറ്റിൽ നിന്ന് ഈ വചനം ധ്യാനിക്കുമ്പോൾ ഒരു ബേണിംഗ് ഡിസയർ എൻ്റെ ഹൃദയത്തിലുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഓരോ വിഷയങ്ങളുടെ നടുവിൽ പ്രാർത്ഥിച്ച് മുൻപോട്ട് പോയപ്പോൾ ദൈവം അസാധാരണമായ വഴികളെ തുറന്ന് സഹായിച്ചിട്ടുണ്ട്. ഇനിയും നാം പല കാര്യങ്ങളിൽ ഒരു നീക്കുപോക്കിന് വേണ്ടി ഹൃദയം തകർന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ പ്രവൃത്തി അതേപടി വെളിപ്പെടാൻ വേണ്ടി ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കണം, ഹൃദയത്തെ ഏൽപ്പിച്ചു കൊടുക്കണം. തടസ്സങ്ങളുടെ മേഖലകളെയെല്ലാം വഴിമാറ്റി ദൈവപ്രവൃത്തിക്ക് അവസരം കൊടുക്കണം. അതാണ്, വേറൊരു ഇന്റൻഷനുമില്ല. നാം ദൈവത്താൽ ഉപയോഗിക്കപ്പെടണം, നാം ദൈവത്താൽ മാനിക്കപ്പെടണം. ദാവീദ് പറഞ്ഞു, നീ ഹൃദയത്തെ ശോധന ചെയ്ത് പരമാർത്ഥതയിൽ പ്രസാദിക്കുന്ന ദൈവമാണെന്നറിയുന്നു. അപ്പോൾ ദൈവം പ്രസാദിക്കുന്നത് എന്തിലാണ്? നമ്മുടെ പരമാർത്ഥമായ ജീവിത അനുഭവത്തിലാണ്. ദൈവത്തോട് പറയണം, എനിക്ക് അതൊക്കെ അങ്ങനെയുള്ള ഒരുപാട് നരേഷൻസ് ഇമേജറി ആയിട്ട് ബൈബിളിൽ പ്രവചനത്തിലെല്ലാം ഇസ്രായേലിനോട് പറയുമ്പോൾ പറയുന്നത് അതുകൊണ്ടാണ്. കല്ലായുള്ള ഹൃദയ പറയുന്നത് ഞാൻ മാറ്റി മാംസലമായുള്ള ഒരു ഹൃദയം ഞാൻ നിങ്ങൾക്ക് നൽകും. കാരണം മനുഷ്യന്റെ അവസ്ഥ അതാണ്. മനുഷ്യൻ അതിൽ നിന്ന് മാറുന്നത് ദൈവത്തോട് അടുത്തു നിന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവകൃപയിൽ ബലപ്പെട്ട് വചനത്തെ ഏറ്റെടുത്ത് മനഃപൂർവമായി ശ്രമിച്ചുകൊണ്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനഃപൂർവമായി നാം തീരുമാനങ്ങൾ എടുക്കണം. നമുക്ക് നഷ്ടങ്ങൾ വരും, നമുക്ക് ചിലപ്പോൾ കഷ്ടങ്ങൾ വരും, ത്യാഗപരമായ വഴികളിലൂടെ നാം പോകേണ്ടി വരും. പക്ഷേ മനഃപൂർവമായി നാം ഏൽപ്പിക്കുമ്പോൾ, നാം സമർപ്പിക്കുമ്പോൾ ദൈവം നമ്മുടെ സഹായത്തിനായിട്ട് വരുമെന്നുള്ളതാണ്. ഗ്ലോറി ബി ടു ഗോഡ്. കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അടുത്ത വാക്യത്തിൽ പറയുന്നു, ഞങ്ങളുടെ പിതാക്കന്മാരായ അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും ഇസ്രായേലിൻ്റെയും ദൈവമായ യഹോവേ, നിന്റെ ജനത്തിൻ്റെ ഹൃദയത്തെ ഈ വിചാരവും ഭയവും എന്നേക്കും അവരുടെ ഹൃദയത്തിൽ കൊടുത്തവരെ നിന്നിലേക്ക് തിരിക്കണമേ എന്നുള്ള പ്രാർത്ഥന എത്ര ഗൗരവമായൊരു പ്രാർത്ഥനയാണ്. എന്താണ് ഈ ഒരു ആറ്റിറ്റ്യൂഡിൽ ഇതൊരു ഫൈനൽ വിടവാങ്ങലിലുള്ള ദാവീദിന്റെ പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഓർക്കണം,
നിന്റെ ജനത്തിൻ്റെ ഹൃദയത്തിലെ വിചാരവും അവരുടെ ഭാവവും എന്നുവെച്ചാൽ വിചാരം എന്ന് പറയുന്നത് മനസ്സിനകത്തുള്ളതാണ്. അതിനകത്തൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകണം. അത് ട്രാൻസ്ഫോംഡ് ആയിരിക്കണം. ഹല്ലേലൂയ, ആമേൻ പറയുമോ? ഹൃദയത്തിലെ വിചാരങ്ങൾ ട്രാൻസ്ഫോംഡ് ആയിരിക്കണം, ശുദ്ധീകരിക്കപ്പെട്ടതാകണം. അത് കഴിഞ്ഞു ഭാവം എന്ന് പറയുന്നത് ആ ഇൻസൈഡിലുള്ളതിൻ്റെ എക്സ്റ്റേണൽ എക്സ്പ്രഷനാണ്. ഹല്ലേലൂയ. അതിനകത്തും എന്ത് വേണം? ട്രാൻസ്ഫോർമേഷൻ വേണം. ഈ അനുഭവത്തിൽ ഈ ജനം നിൽക്കണം, നിന്നെ സേവിക്കണം. അവരുടെ ഹൃദയം എപ്പോഴും നിന്നിലേക്ക് തന്നെ ആയിരിക്കണം. അത് ദാവീദ് പറയുമ്പോൾ ദാവീദിൻ്റെ ജീവിതാനുഭവം പാസ്റ്റ് നിങ്ങൾ പഠിച്ചാൽ മതി. ദൈവമേ, എൻ്റെ ചിന്തകളെല്ലാം നിന്നിലേക്കാകുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എൻ്റെ ധ്യാനം നിനക്ക് മാത്രമുള്ളതാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ദൈവവുമായിട്ടുള്ള ഇൻറ്റിമസിയെ കോട്ട് ചെയ്യുന്ന അനേക ഭാഗങ്ങൾ ദാവീദിൻ്റെ അനുഭവത്തിൽ സങ്കീർത്തനത്തിലും ദിനവൃത്താന്ത പുസ്തകത്തിലും ഒക്കെ പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ ഓർക്കണം ദൈവ പൈതലേ, ദൈവത്തിൽ നിന്നുകൊണ്ട് കേന്ദ്രീകൃതമായ ഒരു ജീവിതത്തിന് നാം ഏൽപ്പിച്ചു കൊടുക്കുക. ഡേവിഡ്സ് കൺസേൺ ഈസ് ദാറ്റ് ദ ഹാർട്ട് ഓഫ് വർഷിപ്പ്, ജനറോസിറ്റി ആൻഡ് ഡിവോഷൻ വുഡ് കണ്ടിന്യൂ. ദാവീദ് ചെയ്തു വന്ന ആ ജീവിത അനുഭവം ഉണ്ടല്ലോ, അത് ഹല്ലേലൂയ, ആ ഡിവോഷൻ, ദൈവത്തിലുള്ള ഭക്തി, ദൈവത്തെ യഥാർത്ഥമായി ആരാധിക്കുന്ന അനുഭവം, ദൈവത്തിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ജീവിതം, ഇത് അവർ കണ്ടിന്യൂ ചെയ്യുവാനായിട്ട് ഈഗറായി പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥന വളരെ ശക്തമായ പ്രാർത്ഥനയാണ്. അതുമാത്രവുമല്ല, ശക്തമായൊരു ജനറേഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ലെഗസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വിഷനുള്ള ആൾക്ക് ലെഗസിയെക്കുറിച്ച് പ്രാർത്ഥിക്കാൻ പറ്റും. ഇന്ന് കാണുന്ന ഇന്നത്തെ പ്രസന്റ് സാഹചര്യം വെച്ചുള്ള പ്രാർത്ഥനയല്ല. അദ്ദേഹം പറയുന്നുണ്ട് എൻ്റെ മകൻ. അപ്പം എന്ത് കൺഫേംഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അൺസർട്ടണായ ലോകത്തിൽ ജീവിക്കുമ്പോഴും ഭക്തനൊരു സർട്ടണിറ്റി ഉണ്ട് അവിടെ. അവരുടെ കാര്യങ്ങൾ സർട്ടനായിട്ടുള്ളതാണ്. ആമേൻ പറയുമോ നിങ്ങൾ? ഹല്ലേലൂയ, സ്തോത്രം. ആര് കണ്ടു, ആരെടുക്കുമെന്നൊന്നും പോകണ്ട. അദ്ദേഹത്തിൻ്റെ രാജസ്ഥാൻ കഴിയുമ്പോൾ അദ്ദേഹത്തെ ഉന്നം വെച്ചിരിക്കുന്ന അനേക ആളുകൾ, ആ ഒരു ടൈം പീരീഡ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പക്ഷേ അതിൻ്റെ മധ്യത്തിലും വളരെ കൺഫേംഡ് ആയിട്ട് മകന് ആ ചാർജ് കൊടുക്കുന്നു. ആ മകൻ ഇത് ഭരിക്കാൻ, ദൈവത്തെ അനുസരിച്ച് ജീവിക്കാനുള്ള കൃപ കൊടുക്കണമേ എന്നും അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. എത്ര ശുഭകരമാണ് ആ അധ്യായം മുൻപോട്ട് പോകുമ്പോൾ പിതാക്കന്മാരുടെ കല്ലറയിലേക്ക് ഹല്ലേലൂയ സ്തോത്രം ചെന്നു ചേരുന്നതായ ദാവീദിനെ കാണാൻ കഴിയും. അവിടെ വിജയിച്ച ഒരു ജീവിതത്തെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പരാജയം വന്നിട്ടുണ്ട്, എന്നാൽ ആ പരാജയത്തിൻ്റെ നടുവിൽ ഹല്ലേലൂയ ദൈവമുമ്പാകെ നെടുമ്പാട് വീണ് കരയുവാൻ, ദൈവമുമ്പാകെ നിലവിളിക്കുവാൻ, ദൈവസന്നിധിയിൽ അതേ സ്തോത്രം തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തന്നെ കൊണ്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നാം ഓർക്കണം, നമ്മുടെ പ്രാർത്ഥന എന്തായിരിക്കണം? ദൈവമേ, എല്ലാം നീയാണ്, എല്ലാം നിൻ്റേതാണ്, എല്ലാം നിൻ്റേതാണ്. ഞാനിന്നിങ്ങനെ ആയിരിക്കുന്നത് നിൻ്റെ ദയാലാണെന്നുള്ള ചിന്ത നമ്മളെ ഭരിക്കണം. രണ്ടാമത്, നിൻ്റെ വഴികളിൽ നടക്കാൻ എനിക്ക് കൃപ തരണമെന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. പ്രിയമുള്ളവരെ, നമ്മുടെ സ്പിരിച്വാലിറ്റി കൂടുതൽ ഓരോ ദിവസവും കഴിയും തോറും അത് റിഫൈൻഡ് ആയിട്ടുള്ളതും റീഡിഫൈൻഡ് ആയിട്ടുള്ളതുമായിരിക്കണം. റിഫൈൻഡ് ആയിരിക്കണം എന്ന് പറയുമ്പോൾ ശുദ്ധീകരിക്കപ്പെട്ടതായി, കൂടുതൽ മെച്ചപ്പെട്ടതായ ആത്മീയ ജീവിതത്തിലേക്ക് കടക്കാൻ നമ്മൾ സ്റ്റെപ്പ് എടുക്കണം. 2, കാലം മാറുന്നതനുസരിച്ചുള്ള ചേഞ്ചസുകൾ വന്നുകൊണ്ടിരിക്കുമ്പോഴും വേദവചനത്തിൽ നിന്ന് മാറാതെ അതിനെ റീഡിഫൈൻ ചെയ്യുന്നു എന്ന് പറയുമ്പോഴും വചനത്തിൻ്റെ ഫണ്ടമെൻ്റൽ ഫൗണ്ടേഷണലായിട്ടുള്ള തത്വങ്ങളിൽ നിന്നും മാറാതെ വ്യതിചലിക്കാതെ നിന്നുകൊണ്ട് ജീവിപ്പാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കണം. സാഹചര്യങ്ങളൊക്കെ മാറും, പക്ഷേ നമ്മൾ മാറുന്നില്ല. ഹല്ലേലൂയ, നമ്മുടെ ദൈവം മാറുന്നില്ല. നമ്മുടെ മേലുള്ള പ്രോമിസസ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പ്രോമിസസ് ആണ്. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് വലിയൊരു കാഴ്ചപ്പാടുണ്ടാകണം. ഇവിടെ ശലോമോൻ അതും പ്രാർത്ഥിച്ചു, ദൈവം അത് നൽകിയില്ലേ? ആ ശലോമോനു വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അത് കേട്ടില്ലേ? ഇന്ന് പകൽക്കാലം നിങ്ങൾ ഓർക്കണം, ആത്മാർത്ഥമായ ജീവിതം നയിച്ച് സത്യസന്ധമായ, ഞാനും ഈ വചനത്തിൽ ഒത്തിരി ലയബിളാണ് കേട്ടോ.
ജീവിതം വില കൊടുത്ത് നയിച്ച്, ഭക്തിയോടുകൂടെ നയിച്ച് നാം മുൻപോട്ട് പോകുമ്പോൾ നമ്മുടെ തലമുറകളെയും ദൈവം അതുപോലെ ആക്കും. ഇന്ന് തലമുറകളെ ഓർത്ത് കരയുന്നവരും ഭാരപ്പെടുന്നവരും ഉണ്ടെങ്കിൽ ആദ്യം അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആദ്യം പൂർണ്ണമായിട്ട് സമർപ്പിക്കുക, ദൈവഹിതത്തിനായിട്ട് ജീവിക്കാൻ ഏൽപ്പിക്കുക, സകലത്തിലും അവർക്കൊരു പാഠവും മാതൃകയുമായി കാണുക. ഹല്ലേലൂയ. ദൈവത്തെ ഒബേ ചെയ്ത് നിൽക്കുക. ദൈവം തക്ക സമയത്ത് അത് ചെയ്യും. അങ്ങനെ വന്നപ്പോൾ ആ തലമുറ എന്താ ചെയ്തത്? ശലോമോൻ്റെ പ്രാർത്ഥന നമുക്ക് വേറെ കാണാം, ശലോമോൻ്റെ ജീവിതം കാണാം. ഈ രാജ്യഭാരം അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഈ മോനും ഒട്ടും കുറവല്ലായിരുന്നു ആദ്യകാലത്ത്. ഹല്ലേലൂയ. ചില എററുകളൊക്കെ വന്നെങ്കിലും ആ മകൻ എന്താ ചെയ്തേ? ഒരു യാഗം കഴിക്കുന്നു. ആ യാഗത്തിലൂടെ ദൈവം പ്രസാദിക്കുകയാണ്. ദൈവം അവനോട് ചോദിക്കുമ്പോഴും അവൻ എന്താ പ്രാർത്ഥിച്ചേ? അവൻ്റെ പ്രയറിൻ്റെ പ്രിയോറിറ്റി എന്തായിരുന്നു? അവൻ്റെ പ്രാർത്ഥനയുടെ പ്രാധാന്യം അവൻ കൊടുത്തത് അവനെ ഏൽപ്പിക്കപ്പെട്ട റെസ്പോൺസിബിലിറ്റി ഭംഗിയായി ചെയ്യാനുള്ള ദൈവകൃപയാണ്. ഹല്ലേലൂയ. അപ്പോൾ ആ ലെഗസി എങ്ങനെയാണത്? ഹല്ലേലൂയ. ദൈവം അതിൻ്റെ മേൽ പ്രവർത്തിച്ചത്. ഇന്ന് പകൽക്കാലം നമ്മളുടെ ജീവിതം വളരെ കൃത്യമായി പല ആംഗിളിലുള്ള ചില കാര്യങ്ങളാണ്. അത് നമ്മുടെ ഹൃദയത്തിൽ കൃത്യമായി സ്ഥാനം പിടിക്കുകയും നാം ആത്മാർത്ഥമായ ഹൃദയത്തോടുകൂടെ ദൈവത്തിന് വേണ്ടി നിൽക്കുകയും ചെയ്യുമ്പോൾ ദൈവം കൈവിടാതെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. കൊന്നുകളയാൻ വളരെ രാഗീയ കുന്തവുമായി ശൗൽ അനേക നാളുകൾ ദാവീദിനെ പിന്തുടർന്നാണ്. അവനെ ഉന്മൂലനം ചെയ്യുവാൻ അബ്ശാലോമിനെ കൂട്ടുപിടിച്ച് അഹിത്തോഹലുമായിട്ട് വലിയ പദ്ധതികൾ മെനഞ്ഞിരുന്നു. ശിമെയി എന്ന് പറയുന്ന ഒരു വ്യക്തി അവനെ പ്രാഗി ഇല്ലാതാക്കാൻ ശ്രമിച്ചു. പക്ഷേ ഇതിന് സമമായി ഇതുപോലെയല്ല വ്യത്യസ്തമായ രീതിയിലോ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിലൂടെ ദൈവപൈതൽ കടന്നു പോകുമ്പോഴും ദൈവാശ്രയ ബോധത്തിൽ ദൈവപൈതൽ നിലനിന്നാൽ, ഹല്ലേലൂയ, ദൈവപൈതലെ അവൻ നിന്നെ കൈവിടുകയില്ല. അവൻ നിന്നെ മാനിക്കുക തന്നെ ചെയ്യും. അവൻ നിന്നെ ഉയർത്തും. ദീർഘായുസ് അവൻ നൽകും. ആരോഗ്യം അവൻ നൽകും. സമ്പത്ത് അവൻ നൽകും. മാന്യത അവൻ നൽകും. അവൻ ഓണർ നൽകും. ഇതെല്ലാം ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്ന കാര്യമാണ്. ഓ ഹല്ലേലൂയ. പൗലോസ് തൻ്റെ ലേഖനത്തിലൂടെ ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് ജീവിതത്തിൽ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. എഫെസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ചോദിക്കുന്നതിലും പറഞ്ഞാട്ട് നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് എന്ന് പറഞ്ഞ വാക്യം. അപ്പോൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നൽകുന്ന, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഏത് പ്രതികൂലങ്ങളെയും അത് നന്മയുടെ വഴികളാക്കി തിരിച്ചുവിടുന്ന ആ ദൈവത്തെ ഇന്ന് പകൽക്കാലം പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് ഒരു സമർപ്പണത്തിലേക്ക് നീങ്ങാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ, നമ്മെ കൂടുതലായി അനുഗ്രഹിക്കുവാനും മാനിക്കുവാനും ദൈവത്തിന് താല്പര്യമുണ്ട്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നിത്യതയുടെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ജീവിക്കുക. വളരെ ക്രിയാത്മകമായി ദൈവം നമ്മെ ഉപയോഗിക്കേണ്ടതിനായി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുക. അവൻ്റെ കരങ്ങളിലെ ആയുധമായി മാറാൻ നമുക്ക് ഇടയാകണം. ഇവിടെ യാചിക്കുന്നതിലും നനയ്ക്കുന്നതിലും എന്നൊക്കെ പറയുമ്പോൾ ഒരു കാര്യം അതിൽ പ്രധാനമായിട്ടുണ്ട്. ലോർഡ് ഈസ് ഇനഫ് ഏബിൾ ടു ഡു ഗ്രേറ്റ് തിങ്സ് ഇൻ അവർ ലൈഫ്. ദാവീദിൻ്റെ സ്റ്റോറി നമ്മൾ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന എടുത്ത് ചില കറക്ഷൻ, ചില തീരുമാനങ്ങൾ, ഒരു സബ്മിഷൻ, ഇതിനെക്കുറിച്ചൊക്കെ ധ്യാനിക്കുമ്പോൾ മറുഭാഗത്ത് ദാവീദിനെ നടത്തിയ ദൈവത്തെ, ഹല്ലേലൂയ, സ്തോത്രം. പൗലോസ് ഇതെല്ലാം കൂടെ അരച്ച് കലക്കി കുടിച്ചിട്ടാണ് പൗലോസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ വന്നിട്ടുള്ളത്. ചോദിക്കുന്നതിലും നിരക്കുന്നതിലും അത്യന്തം പരമായി നടത്തുന്ന ദൈവം. ഹല്ലേലൂയ. ലോർഡ് ഈസ് ഇനഫ് ഏബിൾ ടു ഡു ഗ്രേറ്റ് തിങ്സ് ഇൻ അവർ ലൈഫ്. ഹീ ഈസ് ഏബിൾ ടു ഡു. ഇന്ന് ഞാനത് പ്രാർത്ഥിച്ച് നിർത്താൻ പോകുകയാണ്. പല വിധത്തിൽ ഭാരപ്പെടുന്നവരുണ്ടല്ലോ. ജീവിതത്തെ സമർപ്പിക്കുക. എപ്പോഴും ദൈവം തരുന്ന വചനത്തിന് മുൻപിൽ ഏൽപ്പിച്ചൊരു തീരുമാനങ്ങൾ എടുക്കുക, ഏൽപ്പിച്ചു കൊടുക്കുക, പ്രാർത്ഥിക്കുക. രണ്ടാമതായിട്ട് ദൈവം തരുന്ന വാഗ്ദത്തങ്ങളെ നെഞ്ചോട് ചേർത്തുകൊണ്ട് ശുഭകരമായ പ്രതീക്ഷയോടുകൂടി ആത്മീയ ജീവിതം മുൻപോട്ട് നയിക്കുക. ഹല്ലേലൂയ. ഗോഡ് ഈസ് ഓൾ സഫിഷ്യൻറ്റ്. നിങ്ങളുടെ പ്രശ്നങ്ങളെ പൂർണ്ണമായിട്ട് മാറ്റാൻ അവന് കഴിയും. അവൻ്റെ പക്കൽ അതിനുള്ളതായ
ശക്തിയുണ്ട്. ഹീസ് ഇനഫ് ഏബിൾ. നിങ്ങൾ ഓർക്കണം, ആ ഒരു ഭാഗം മാത്രം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഏലിയാവ് ദൈവത്താൽ മാനിക്കപ്പെട്ട, ദൈവകരങ്ങളിൽ ഉപയോഗിക്കപ്പെട്ട വ്യക്തിയാണല്ലോ. കെരീത്തിൽ താനായിരുന്നു. ആ കെരീത്തിൻ്റെ മുൻപിൽ പെട്ടെന്ന് കെരീത്ത് വറ്റുകയാണ്. ആത്മീയമായി ഇന്നത്തെ ശുശ്രൂഷയിലെ പ്രധാനപ്പെട്ട ദൂതാണ് ഞാനിപ്പോൾ ഈ അവസാന ഭാഗത്ത് പങ്കുവയ്ക്കുന്നത്. കാക്കയുടെ വരവ് അങ്ങ് നിന്നു. അപ്പം മുൻപിൽ വേറെ വഴിയില്ല, വേറൊരു വഴിയില്ല. വേറെ ഒരു വഴിയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും മാർഗമില്ല. ഒരു സോഴ്സ് ഒഴുകിക്കൊണ്ടിരുന്നതായ ഒരു ഉറവ അടയുകയാണ്. പക്ഷെ ഓർക്കേണ്ട ഒരു കാര്യം, സഭയോട്, ഭാരത്തോടിരിക്കുന്ന ജനത്തോട് ദൈവാത്മാവിരുന്നൊരു വാക്ക്, ബ്രൂക്ക് ഓഫ് കെരീത്ത് മേ ഡ്രൈ, റാവൻസ് മേ സ്റ്റോപ്പ് ബ്രിങ്ങിങ് ബ്രെഡ്, ബട്ട് ഫോർ യു there is another Sarafat. But for you there is another Sarafat. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ അതിൽ നിന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. God is the ultimate source of everything. ദൈവമാണ് അതിനെ ഒന്ന് ദാവീദ് ഒന്ന് എടുത്തു പറഞ്ഞെന്നേ ഉള്ളൂ. ദൈവമാണ് അൾട്ടിമേറ്റ് സോഴ്സ്. ഒരു സോഴ്സ് അടഞ്ഞെന്ന് നീ കരുതുമ്പോൾ അടുത്തൊരു സോഴ്സ് നിനക്ക് വേണ്ടി തുറന്ന് റെഡിയാക്കിയിട്ടുണ്ട്. എത്ര പേരത് വിശ്വസിച്ച് പ്രാർത്ഥിക്കുമെന്ന്. ഇന്ന് നിനക്ക് അടഞ്ഞെന്ന് തോന്നുന്നൊരു വഴിയാണ് നിന്റെ മുൻപിലുള്ളതെങ്കിൽ ഹല്ലേലൂയ, ഓർക്കുക, ദൈവം നിനക്ക് വേണ്ടി ഒരു വഴി തുറന്നിട്ടുണ്ട്. പ്രാർത്ഥിക്കാം, നമുക്ക് ആ ദൂതിൽ നിന്ന് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. അനേക വഴികൾ അങ്ങനെ ദാവീദ് കണ്ടതാണ്. ഏറ്റവും വിജയകരമായ ദൈവത്തിന്റെ കരം കണ്ട് ആ ദൈവത്തിലേക്ക് മറയുന്ന ഭക്തനെയാണ് നമ്മൾ, അവന്റെ വാക്കുകളാണ് നാം ധ്യാനിച്ചത്. ഇന്ന് പകൽക്കാലം ധൈര്യത്തോടൊന്ന് പ്രാർത്ഥിച്ചാട്ട് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഭാരങ്ങൾക്ക് വേണ്ടി പരിഹാരം നൽകുന്ന ദൈവത്തിന്റെ ആലോചന നിങ്ങൾ വെളിപ്പെട്ട് കഴിഞ്ഞു. ഹല്ലേലൂയ. റഖൽ വൈഡനസ്യ, ഒരു ഉറവ നിങ്ങൾക്ക് വേണ്ടി തുറന്നിട്ടുണ്ട്. പറയണം വിശ്വാസത്തോടെ, ഒരു ഉറവ എനിക്ക് വേണ്ടി തുറന്നു. ഓ ഹല്ലേലൂയ, സ്തോത്രം. പ്രാർത്ഥിക്കാൻ പോകുകയാണ്. അർഖൽ വൈഡമനഹസ്യാന, പരിശുദ്ധനായ ദൈവമേ, നന്ദിയോടെ സ്തുതിക്കുകയാണ്. കർത്താവേ, ഞങ്ങളെ തന്നെ തിരുമുൻപാകെ വിധേയപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയുടെ അധികമായ ശക്തിയാൽ ഞങ്ങളെ അവിടെ നിറയ്ക്കണമേ. ദൈവഹിതത്തിന്റെ പൂർണ്ണതയിൽ നിന്നുകൊണ്ട് ആത്മജീവിതം നയിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. സകലവും നീയാണെന്നുള്ള ബോധ്യത്തോടുകൂടെ, സകലതും നിന്റെ കൃപയാണെന്നുള്ള ബോധ്യത്തോടുകൂടെ ഞങ്ങൾ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, ഞങ്ങളെ നീ കേൾപ്പിച്ചല്ലോ, ഒരു ഉറവയടഞ്ഞാൽ ഏലിയാവിന് വേണ്ടി അടുത്തൊരു വഴി തുറന്നതുപോലെ ആഗ്രഹിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായിട്ടുള്ള ദൈവപ്രവൃത്തി, ദൈവത്തെ സ്നേഹിക്കുകയും നിർണയപ്രകാരം വിളിക്കപ്പെടുകയും ചെയ്ത തന്റെ മക്കൾക്ക് വേണ്ടി സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ദൈവം ഇന്ന് പകൽക്കാലം കർത്താവെ, ഈ ശുശ്രൂഷയിലും ഓൺലൈനിലും ശ്രദ്ധിച്ച തങ്ങളെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന എൻ്റെ മക്കളുടെ ജീവിതത്തിൽ ദൈവകൃപയുടെ ശക്തി വ്യാപരിക്കട്ടെ. ശക്തമായ ചില വഴികൾ ഓപ്പൺ ആകട്ടെ. അനുദിനം ദൈവത്തെ സേവിച്ചും മാനിച്ചും അധികമായി ദൈവഭക്തിയിലും ദൈവകൃപയിലും വർദ്ധിച്ചു വരുവാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കിയിട്ട് ദൈവത്തിന്റെ കരുതലിന്റെ കരം വെളിപ്പെടുന്നു. അത്ഭുതകരമായ സൃഷ്ടികർമ്മങ്ങൾ തന്റെ ജനത്തിനു വേണ്ടി നീ ചെയ്യുന്നു. ഞങ്ങൾ വിശേഷ സമൂഹമായി ദൈവമേ നിനക്ക് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഏൽപ്പിക്കുന്നു. ബലമേറിയ കരങ്ങൾ ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുകയാണ്. നിന്റെ ജനത്തെ അനുഗ്രഹിക്കുന്നു. ചില വിടുതലുകൾ നീ പകരുന്നതിനായി സ്തോത്രം. അത്ഭുതകരമായ ചില വിടുതലുകൾ നീ അയക്കുന്നതിനായി സ്തോത്രം. വിടുതലിന് താമസമായി നിന്ന്
ഇനി എപ്പോൾ ദൈവമേ എന്ന് ചോദിച്ചുകൊണ്ട്, ചോദ്യത്തിന് വിരാമം കുറിച്ചുകൊണ്ട്, ചില ചോദ്യചിഹ്നങ്ങളെ, ക്വസ്റ്റ്യൻ മാർക്കുകളെ സ്വർഗം ഇറേസ് ചെയ്യുന്നതിനായി സ്തോത്രം. പ്രബഖനാസിയ ഓ റീവൽ ശമനഹസിയ ഓ സ്തോത്രം. ചില ചോദ്യചിഹ്നങ്ങളെ മാറ്റി ദൈവനാമത്തിന് മഹത്വമായി മാറുന്നതിനായി സ്തോത്രം. അങ്ങയ്ക്ക് എല്ലാ മഹത്വവും തരുന്നു, എല്ലാ പുകഴ്ചയും അങ്ങയ്ക്ക്. എന്റെ ജനത്തെ തിരുനാമത്തിൽ അനുഗ്രഹിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം.